അസ്സലാമു അലൈക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ്. ഓണസദ്യയുടെ കൂടെയൊക്കെ നമ്മൾ കൂട്ടുകറിയായിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. ഓണസദ്യയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ ഉച്ചയ്ക്ക് കറിയായിട്ടോ നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിൽ തയ്യാറാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ബീട്രൂട്ട് ഇവിടെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. എന്നിട്ടൊരു പാൻ വെച്ച് അതിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇതൊന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം. നല്ലോണം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് നമ്മൾ അരച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാണ്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽമുളകും കറിവേപ്പിലയും മല്ലിത്തലയും ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.